ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ? അപ്പൊ ഇന്ന് വിശ്വേട്ടന്റെ ബർത്ത്ഡേ ആണ് ട്ടോ. ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. പൊതുവെ മൂപ്പർക്ക് അറിയൂല ട്ടോ പിറന്നാളാണെന്നുള്ളത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാനും കണ്ണനും എന്തെങ്കിലും ഒരു സർപ്രൈസ് എന്തെങ്കിലും ഒന്ന് സംഭവം ഉണ്ടാവും ട്ടോ. അധികവും ഞങ്ങള് ലൈറ്റ് ഒക്കെ ഓഫാക്കി ഇരുട്ടത്തിരിക്കുകയാ ചെയ്യാറ്. എന്നിട്ട് കേക്കും കാൻഡിലൊക്കെ കത്തിച്ച് അങ്ങനെ അവര് വരുമ്പോഴാണ് അറിയാറുള്ളത്. അപ്പൊ ഇന്നും അതൊക്കെ തന്നെയാണ് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാനൊരു കുഞ്ഞു കേക്കും അതുപോലെ തന്നെ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല ട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഏത് സദ്യ ആയാലും ഞാൻ ആദ്യം ഉണ്ടാക്കണ വിഭവം അവിയൽ തന്നെയാണ് ട്ടോ. അപ്പൊ അവിയൽ ഇഷ്ടമല്ലാത്തൊരു ചുരുക്കം ഉണ്ടാവുള്ളൂല്ലേ. അപ്പൊ എന്തായാലും അവിയലിക്ക് വേണ്ട എല്ലാ കഷ്ണങ്ങളൊന്നും കിട്ടിയിട്ടില്ല ട്ടോ. കടയിൽ പച്ചക്കറികളൊക്കെ കുറവായിരുന്നു. എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് വെള്ളം അതുപോലെ ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പുണ്ടാക്കാം. അപ്പൊ ഒരു കപ്പ് തേങ്ങ, അതിലേക്ക് 2 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, പച്ചമുളക്, നല്ല ജീരകം, കറിവേപ്പിന്റെ ഇല, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ ഒരു 1/4 വേവാവുന്ന സമയത്ത് ഞാൻ ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തൈര് വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ തേങ്ങയുടെ മിക്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ ഒരു പൊട്ട് ശർക്കരയുടെ അച്ചൊന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ശർക്കര ചീകി ചീകി ഇട്ട് കൊടുക്കാണ്ട് ഇത് മുഴുവൻ ഇടണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടണമെന്നില്ല. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അപ്പൊ അതുപോലെ ഞാൻ വെളുത്തുള്ളി ചേർക്കാറുണ്ടായിരുന്നില്ല കേട്ടോ അവിയലിക്ക്. പക്ഷെ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വെളുത്തുള്ളി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന്. സംഗതി ശരിയാട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അങ്ങനെ എല്ലാം കൂടി ഒന്ന് അപ്പൊ ഇതെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിന്റെ ഇലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിയൽ റെഡി. അവിയൽ ഉണ്ടാക്കാനൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് കേബേജ് തോരൻ ഉണ്ടാക്കാം ട്ടോ. അപ്പൊ കേബേജ് തോരന് ഞാൻ കേബേജ് ഒക്കെ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഇതാ 1 കപ്പ് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, നല്ല ജീരകം, പിന്നെ പച്ചമുളകോ അല്ലെങ്കിൽ ചുവന്ന മുളകോ എടുക്കാട്ടോ. ഞാൻ ഇപ്പൊ ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പിന്റെ ഇല, നല്ല ജീരകം ഇത്രയും ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ കടുക് പൊട്ടിക്കുക, ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വെന്ത കാബേജിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സും ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കണമെന്നില്ല. അടച്ചു വെക്കാതെ തന്നെ ഇളക്കി ഇളക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. കറിവേപ്പിന്റെ ഇലയും വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ട്ടോ. അങ്ങനെ നമ്മുടെ കാബേജ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ ശരി ബീട്രൂട്ട് വെച്ചിട്ട് ഒരു പച്ചടി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ബീട്രൂട്ട് ഇതാ ഞാൻ അതിനായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പുണ്ടാക്കാം. അപ്പൊ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തൈര്, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ചിലര് കടുകും ചേർക്കും. പക്ഷെ ഞാനിവിടെ കടുക് ചേർക്കണത് ഇവർക്കൊന്നും ഇഷ്ടമില്ല ട്ടോ. അതിന്റെ ടേസ്റ്റ്. അത് കാരണാ ചേർക്കാത്തത്. അപ്പൊ നന്നായിട്ട് അരച്ചതിന് ശേഷം ബീട്രൂട്ട് വെന്തിട്ട് നമുക്ക് ഈ തേങ്ങയുടെ അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരുന്ന സമയത്ത് തീ ഓഫ് ആക്കിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു തരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കറിവേപ്പിന്റെ ഇല, ഉണക്കമുളക് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ലേശം പരിപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പൊ അത് വെന്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ തേങ്ങ അരക്കാത്ത സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മൂപ്പർക്ക് അതാണ് ഇഷ്ടം. ഇനി സാമ്പാറിന്റെ കഷ്ണങ്ങൾ എന്ന് പറയാൻ വെണ്ടയ്ക്ക് സവാളയും മാത്രമേ ഉള്ളൂ ട്ടോ. അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. ഒരു ഇത്തിരി കായം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പൊടികള് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി ഇത്രയും ഒന്ന് നന്നായിട്ട് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വിസിലടിപ്പിക്കണില്ല ട്ടോ. വെറുതെ അങ്ങനെ വേവിച്ചെടുക്കാണേ. അങ്ങനെ സാമ്പാറിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇതിലും ഞാൻ ഒരു പൊട്ട് ശർക്കര ട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആട്ടോ സാമ്പാറിന് ഉണ്ടാവുക. എന്നിട്ട് തീ ഓഫ് ആക്കി വെക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, കുറച്ച് ഉലുവ, ഉണക്കമുളക്, കറിവേപ്പിന്റെ ഇല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാമ്പാറും റെഡി. പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കണ്ടേ? അപ്പൊ പായസം ഉണ്ടാക്കാൻ ഒരു പാക്കറ്റ്
പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ പാലടയുടെ മിക്സ് വാങ്ങിയതാട്ടോ. അതിന്റെ ഒരു പകുതി എടുക്കണുള്ളൂ. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാനാണ് അതിൽ എഴുതിയിട്ടുള്ളത് ട്ടോ. അപ്പൊ അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ കുറുകി കുറുകി വന്നിട്ട് നമുക്ക് തീ ഓഫ് ആക്കി വെക്കാം. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം മിക്സിൽ തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏറ്റവും അവസാനം കുറച്ച് നെയ്യോ വെണ്ണയോ ചേർത്താൽ മതി. ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഏലക്കായുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ. എന്നിട്ട് നമുക്ക് പായസം ഓഫ് ആക്കി വെക്കാം. പിന്നെ ഞാൻ പപ്പടം കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. ഇനി മൂപ്പർക്ക് ക്രീം കേക്ക് ഒന്നും ഇഷ്ടമില്ല. അപ്പൊ ഞാനൊരു സിമ്പിൾ അമൃതം പൊടി വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കൊക്കോ പൗഡർ ഒക്കെ ആഡ് ചെയ്തിട്ട്. അപ്പൊ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 തവണയെങ്കിലും ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം ട്ടോ. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര, 3 ഏലക്കായ, 3 ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അരിച്ചു മാറ്റി വെച്ചില്ലേ അത് അതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ ഞാൻ കേക്ക് ട്രേയിലല്ല ട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കിട്ടും. നല്ല നല്ല ഹൈറ്റിൽ കിട്ടും ട്ടോ അതുപോലത്തെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ അതിൽ കുറച്ച് ഇങ്ങനെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി. പിന്നെ എന്റെ ഓവൻ സെറ്റപ്പ് എന്ന് പറയാം ദാ ഇഡ്ഡലി ചെമ്പിന്റെ അകത്ത് കുറച്ച് ഉപ്പ് വിതറിയിട്ട് അതിന്റെ മീതെ ഉള്ളിലൊരു വളയം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കേക്കിന്റെ ഈ പാത്രം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ. അപ്പൊ ദാ നോക്കിക്കേ കേക്ക് നല്ല പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ട്ടോ. അപ്പൊ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരു 4 അണ്ടിപ്പരിപ്പ് വെറുതെ ഒന്ന് ചുമ്മാ വെച്ചതാണ്. ഫോണൊക്കെ എടുത്തിട്ട് പക്ഷെ ലൈറ്റ് ഓഫ് ആക്കിയപ്പോ ദേവൂട്ട ഭയങ്കര കരച്ചിലിട്ടോ. അപ്പൊ ഞങ്ങള് പരിപാടികളൊക്കെ ചെറുതായിട്ടൊന്ന് പാളി പോയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ചേട്ടൻ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് നോക്കിക്കേ എന്ത് സോഫ്റ്റ് ആയിട്ടാ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റും ആണ്. അമൃതം പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റും ഉണ്ട്. എന്തായാലും ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പ്. കഴിക്കില്ലേ? പിന്നെന്താ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. വിഷുവേട്ടൻ ഹാപ്പിയായി. ഞാനും ഹാപ്പിയായി. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യാട്ടോ. അതിപ്പോ നമ്മുടെ കൂടെ ഉള്ളവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും. പക്ഷെ പലപ്പോഴും അതിനൊന്നും സാധിക്കാറില്ല. എന്നാലും ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയ്ക്കേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.